ഓം നമ സംഹാരമൂർത്തിം വന്ദേ സകല ദുഷ്ടരൂപായ സർവപ്രപഞ്ച ശക്തിം മഹാബലയേ രക്തവർണം ക്ഷുദ്രനാദാദിഹിത്രസാധ്യം കഠിനഹൃത്തം ജിഹ്വവാസം സർവരിപു ജീവജാലായുർ സംഹാര ശക്തിം. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ, അറിഞ്ഞിരുന്നുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ കൻകാര്യം നോക്കി ജീവിച്ചാലും ശത്രുക്കളുടെ എണ്ണത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. നമ്മളുടെ വീടിന്റെ അയൽപക്കത്ത്, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നിടത്ത്, നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ശത്രുവിന്റെ പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ശത്രു ഏൽപ്പിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. എന്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്, തിരുമേനി ശത്രുദോഷം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാത്തിനും പ്രശ്നങ്ങളും പാരകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അങ്ങനെ ശത്രുദോഷം കൊണ്ട് വലയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം. ഇന്ന് പറയാൻ പോകുന്നത് പൂജയോ അല്ലെങ്കിൽ ചടങ്ങുകളോ വഴിപാടോ പുഷ്പാഞ്ജലി ഇതൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ശത്രുവിന്റെ ഉപദ്രവമുണ്ട്, ഒരു ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ദോഷം ഏൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മന്ത്രം, ശത്രു ആരാണോ, ശത്രുവിനെ അറിയാമെങ്കിൽ ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. ശത്രുവിന്റെ ദൃഷ്ടി നിങ്ങളിൽ നിന്ന് മാറും, ശത്രുവിന്റെ ശല്യം നിങ്ങൾക്ക് ഒഴിയുന്നതായിരിക്കും. ശത്രുവിനി എത്ര പ്രബലനായാലും, നീ എത്ര വലിയവനാണ്, കൊടികുത്തി വാഴുന്നവനാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മേൽ നിന്ന് ശത്രുവിന്റെ ശല്യം തീരും. ശത്രുവിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇത് ആരെയും ദ്രോഹിക്കാനോ ശത്രുവിനെ നിഗ്രഹിക്കാനോ ശത്രുവിനെ ഇല്ലാതാക്കാനോ അങ്ങനെ ഒന്നും ഉള്ളതല്ല. നമ്മളുടെ സ്വയരക്ഷയ്ക്കായിട്ട്. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, നമ്മളെയും ആരും ഉപദ്രവിക്കാൻ വരരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇങ്ങനെ ഈ ശത്രുദോഷം കൊണ്ട് വലയുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രം നിർബന്ധമായിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ നോട്ട് ചെയ്യുകയോ നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ശത്രുവിന്റെ പല രീതിയിൽ, ഉദാഹരണത്തിന് ജോലി സ്ഥലത്ത് ശത്രു ഉണ്ട്, ശത്രുവിനെ കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടും ദുരിതമാണ്, ഒരു രീതിയിലും ശത്രു ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഉദാഹരണം പറയുകയാണ്. അങ്ങനെ ശത്രുവിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശത്രുവിനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ഒരിടത്ത് സമാധാനമായിട്ട് പോയിരുന്ന ശത്രുവിന്റെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഈ നാമം ചൊല്ലി ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഇതെന്ന് പറയുന്നത് സംഹാരമൂർത്തി മന്ത്രമാണ്. ഒരു പ്രത്യേക തരം ഒരു ഉഗ്ര മന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മന്ത്രം ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് എഴുതിയെടുത്തുള്ളൂ. ഓം നമ സംഹാരമൂർത്തിം വന്ദേ സകല ദുഷ്ടരൂപായ സർവപ്രപഞ്ച ശക്തിം മഹാബലയെ രക്തവർണം ക്ഷുദ്ര നാദാദിഹിസ്ര സാധ്യം കഠിനഹൃത്തം ജിഹ്വവാസം സർവരിപു ജീവജാലയുർ സംഹാര ശക്തി. അപ്പൊ ഇത് കൃത്യമായിട്ട് ഞാനിപ്പോ പതുക്കെ ഓരോ അക്ഷരമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് കൃത്യമായിട്ട് 3 തവണ ചൊല്ലണം. ഇതെല്ലാവർക്കും മനഃപ്പാഠം ആകണമെന്നില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് ആ ശത്രുവിന്റെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് എവിടെങ്കിലും ഒരിടത്തിരുന്ന് 3 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലണം. ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് ഒന്ന് ഓം നമഃശിവായ കൂടി ഉരുവിട്ട് കഴിഞ്ഞാൽ മന്ത്രം പൂർത്തീകരിച്ചു. വേറെ പൂജയോ പ്രത്യേകം സമയമോ പ്രത്യേകം നേരമോ ഒന്നും ഇത് ജപിക്കാൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ആർത്തവ സമയത്തിലൂടെ, സ്ത്രീകളാണ് ആർത്തവ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അശുദ്ധിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ചര്യകളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ശത്രുദോഷം മുറുകുന്നത്, ശത്രുവിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ വരുന്നത്, ആ സമയത്ത് ഇതങ്ങ് ചൊല്ലിയേക്കുക. ഒരിക്കൽ കൂടി പറയാം. ഓം നമ സംഹാരമൂർത്തിം വന്ദേ സകല ദുഷ്ടരൂപായ സർവപ്രപഞ്ച ശക്തിം മഹാബലയെ രക്തവർണം ക്ഷുദ്രനാദാദിഹിസ്ര സാധ്യം കഠിനഹൃത്തം ജിഹ്വവാസം സർവരിപു ജീവജാലയുർ സംഹാര ശക്തി. ഇങ്ങനെ വേണം അത് ചൊല്ലാനായിട്ട്. ചൊല്ലി പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടം ഭഗവാനോട് പറയുക, കാര്യം നടന്നു കിട്ടും. ചൊല്ലി കഴിഞ്ഞ് ഓം നമഃശിവായ കൂടി ചൊല്ലുക. ഓം നമഃശിവായ ഒരു 108 തവണയോ അല്ലെങ്കിൽ 12 തവണയോ അല്ലെങ്കിൽ 18 തവണയോ നിങ്ങളുടെ സൗകര്യാർത്ഥം ചൊല്ലി ഒന്ന് ശിവഭഗവാനെയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ മന്ത്രം ചൊല്ലുക. ശത്രുവിന്റെ ദൃഷ്ടി മാറും, ശത്രുവിന്റെ പത്തി മടങ്ങും, ശത്രു ക്ഷയിക്കും, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ശത്രുവിൽ നിന്നുള്ള മോചനം ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് ഏത് അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മന്ത്രമാണ്, ചൊല്ലി പറഞ്ഞോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുവിന്റെ ശല്യമൊക്കെ ഒഴിഞ്ഞു കിട്ടി, ശത്രുവിന്റെ പിന്നീട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് ശത്രുവിന്റെ ശല്യം മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ദേവീക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. ഇത് ചൊല്ലി ഉടനെ ഒന്നും നടത്തണമെന്നില്ല. ഇത് ചൊല്ലി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ശത്രുവിന്റെ ആ ഒരു കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും, ശത്രുദോഷം ശമിക്കും, ശത്രു എത്ര കുലവമ്പനായാലും മാറിപ്പോകും. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്, സൗകര്യാർത്ഥം പോകുന്ന സമയത്ത് ശത്രുദോഷം തീർത്തു തന്നതിന് ദേവിയോടൊന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ദേവിക്ക് ഒരു രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക. അതുപോലെ പിന്നീട് എപ്പോഴെങ്കിലും ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ശിവന് പ്രത്യേക ഒരു അഘോര പുഷ്പാഞ്ജലി കൂടെ നടത്തുക. ഈ അഘോര പുഷ്പാഞ്ജലി നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും എന്നേക്കുമായിട്ട്, ഇതല്ല മറ്റു ശത്രുദോഷങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നിങ്ങളെ ഏൽക്കാതെ പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു അതിശക്തിയാർന്ന മന്ത്രമാണിത്. നിങ്ങളും തീർച്ചയായിട്ടും ജപിക്കുക, അതിന്റെ ഗുണം കിട്ടും. നമുക്കറിയാം, നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ശത്രുക്കൾ മൂലം, ശത്രുദോഷം കാരണം വന്നു ചേരുന്നുണ്ട്. പലർക്കും ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയാണ്. അവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സഹായമാകുന്നതായിരിക്കും. തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയുന്നതാണ്. ഒരുപാട് ശത്രുദോഷം കൊണ്ട് വലയുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക. ജീവിതത്തിൽ തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള മാറ്റം ഉണ്ടാകും. ഭഗവാൻ എല്ലാവർക്കും ആ ശത്രുദോഷമൊക്കെ നീക്കി ജീവിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടി മനസ്സിൽ തട്ടി ഭഗവാനോട് പറഞ്ഞുകൊള്ളുകയാണ്. തീർച്ചയായിട്ടും ഈ മന്ത്രം ചൊല്ലുക. മന്ത്രം ഒരിക്കൽ കൂടി ഞാൻ വായിച്ചു തരാം. ഓം നമ സംഹാരമൂർത്തിം വന്ദേ സകല ദുഷ്ടരൂപായ സർവപ്രപഞ്ച ശക്തിം മഹാബലയെ രക്തവർണം ക്ഷുദ്രനാദാദിഹിസ്ര സാധ്യം കഠിനഹൃത്തം ജിഹ്വവാസം സർവരിപു ജീവജാലയുർ സംഹാര ശക്തി. ഇതാണ് നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചൊല്ലി പ്രാർത്ഥിക്കൂ. എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവതി അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.